ഫ്രണ്ട്സ്, PSC ഹെൽപ്പ്മാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇനി വരാൻ പോകുന്ന പരീക്ഷകളായ പ്യൂൺ അറ്റൻഡർ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC പരീക്ഷയ്ക്കും ആവശ്യമായ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുടെ 15ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? കൽക്കരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? കൽക്കരി. ഗോദാവരിയുടെ പോഷക നദികളിൽ പെടാത്തതേത്? മനാസ്. ഗോദാവരിയുടെ പോഷക നദികളിൽ പെടാത്തത് മനാസ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ആരംഭിച്ച സ്ഥലം? ദിഗ്ബോയ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ആരംഭിച്ച സ്ഥലമാണ് ദിഗ്ബോയ്. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമേത്? 1928. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1928. ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി? ഗോപാലകൃഷ്ണ ഗോഖലെ. ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശം? ദാമൻ. 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശമാണ് ദാമൻ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ വോയിസ് ഓഫ് ഇന്ത്യക്ക് നേതൃത്വം നൽകിയ വ്യക്തി? ദാദാഭായ് നവറോജി. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ വോയിസ് ഓഫ് ഇന്ത്യക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയതെന്ന്? 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത് 1947 ജൂലൈ 18. 2014 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം? ഡൽഹി. 2014 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരമാണ് ഡൽഹി. കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം? കണ്ണൂർ. കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനമാണ് കണ്ണൂർ. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം? തൂത്തുക്കുടി. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് തൂത്തുക്കുടി. എന്റെ കൂട് പദ്ധതിക്ക് 2015 തുടക്കം കുറിച്ചത് എവിടെ? കോഴിക്കോട്. എന്റെ കൂട് പദ്ധതിക്ക് 2015 തുടക്കം കുറിച്ചത് കോഴിക്കോട്. 2015 ING വൈശ്യ ബാങ്കിനെ ഏറ്റെടുത്ത ബാങ്ക് ഏത്? കോടക് മഹീന്ദ്ര ബാങ്ക്. 2015 ING വൈശ്യ ബാങ്കിനെ ഏറ്റെടുത്ത ബാങ്കാണ് കോടക് മഹീന്ദ്ര ബാങ്ക്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം? തിരുവനന്തപുരം. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം.
ഇന്ത്യയുടെ പ്രാദേശിക ദിശാനിർണയ സംവിധാനമായ നാവിക്കിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 7. ഇന്ത്യയുടെ പ്രാദേശിക ദിശാനിർണയ സംവിധാനമായ നാവിക്കിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 7. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് 2015 ജൂലൈ 8 കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അശ്വിനി നച്ചപ്പ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് 2015 ജൂലൈ 8 കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് അശ്വിനി നച്ചപ്പ. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പൂർത്തീകരിച്ച വർഷം 1896. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പൂർത്തീകരിച്ച വർഷമാണ് 1896. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ കുന്നുകൾ. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മഹാബലേശ്വർ കുന്നുകൾ. 20ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അർജുന പുരസ്കാരം നേടിയ ആദ്യ മലയാളി? സി ബാലകൃഷ്ണൻ. അർജുന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച കോൺഗ്രസ് പ്രസിഡന്റ് ചേറ്റു ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച കോൺഗ്രസ് പ്രസിഡന്റാണ് ചേറ്റു ശങ്കരൻ നായർ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടന ഏത്? കർഷക സംഘം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടനയാണ് കർഷക സംഘം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 11 ഡിസംബർ 1998. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 11 ഡിസംബർ 1998. റൂർക്കേല അയൺ ആൻഡ് സ്റ്റീൽ വ്യവസായം ആരംഭിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം? ജർമ്മനി. റൂർക്കേല അയൺ ആൻഡ് സ്റ്റീൽ വ്യവസായം ആരംഭിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യമാണ് ജർമ്മനി. NATPAC ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്? ഗതാഗതം. NATPAC ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്? ഗതാഗതം. ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സാം പിത്രോഡ. ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സാം പിത്രോഡ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാര്? പി കൃഷ്ണപിള്ള. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഏത് സമ്മേളനത്തിലായിരുന്നു? ബനാറസ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഏത് സമ്മേളനത്തിലായിരുന്നു? ബനാറസ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമേത്? മിസ് കേരള. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ ആരംഭം ഏത് ശതകങ്ങളിലാണ്? AD 7 to 8. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ ആരംഭം ഏത് ശതകങ്ങളിലാണ്? AD 7 to 8. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്ന നദി? മെഹ്വറി. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മെഹ്വറി. വ്യവസായ മേഖലയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടില്ലാത്ത കമ്പനി ഏത്? ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. വ്യവസായ മേഖലയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടില്ലാത്ത കമ്പനിയാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിൻ ഏത്? ഗതിമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിനാണ് ഗതിമാൻ. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലം? ബംഗാൾ. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് ബംഗാൾ. സ്പീഡ് പോസ്റ്റ് സ്ഥാപിതമായ വർഷം? 1986. സ്പീഡ് പോസ്റ്റ് സ്ഥാപിതമായ വർഷമാണ് 1986. തമിഴ്നാട്ടിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഉപ്പുകുറക്കൽ നടത്തിയ സ്ഥലം? വേദാരണ്യം. തമിഴ്നാട്ടിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഉപ്പുകുറുക്കൽ നടത്തിയ സ്ഥലമാണ് വേദാരണ്യം. 1928 രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിന്റെ നേതൃത്വത്തിൽ പെടാത്തതാര്? CR ദാസ്. 1928 രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിന്റെ നേതൃത്വത്തിൽ പെടാത്തതാണ് CR ദാസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലിക അവകാശത്തെയാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലിക അവകാശത്തെയാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിത? മാഡം ബിക്കാച്ചി കാമ. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിതയാണ് മാഡം ബിക്കാച്ചി കാമ. ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ആനമല വന്യജീവി സങ്കേതം. ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ വ്യവസായ നയം അംഗീകരിച്ച വർഷം? 1956. ഇന്ത്യയിൽ വ്യവസായ നയം അംഗീകരിച്ച വർഷമാണ് 1956. SR ഓയിൽസിന്റെ ആസ്ഥാനം? മുംബൈ. SR ഓയിൽസിന്റെ ആസ്ഥാനമാണ് മുംബൈ. ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണ് കൊല്ലവർഷം നിലവിൽ വന്നത്? രാജശേഖര വർമ്മ. ഏത് രാജാവിന്റെ
കാലഘട്ടത്തിലാണ് കൊല്ലവർഷം നിലവിൽ വന്നത്? രാജശേഖരവർമ്മ. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കേരളം ആതിഥ്യം വഹിച്ച 2015 ദേശീയ ഗെയിംസിൽ 33 മത്സരങ്ങളിൽ പെടാത്ത ഇനം? ത്രോബോൾ. കേരളം ആതിഥ്യം വഹിച്ച 2015 ദേശീയ ഗെയിംസിൽ 33 മത്സരങ്ങളിൽ പെടാത്ത ഇനമാണ് ത്രോബോൾ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയ വ്യക്തി? ജദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയ വ്യക്തിയാണ് ജദുനാഥ് ഭട്ടാചാര്യ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം? ന്യൂഡൽഹി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. GST-യുടെ സാധാരണ നിരക്ക് ഏത്? 18%. GST-യുടെ സാധാരണ നിരക്കാണ് 18%. ആധുനിക കേരളത്തിന്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാര്? P. സനൽ മോഹൻ. ആധുനിക കേരളത്തിന്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് P. സനൽ മോഹൻ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ഏത്? നിജാനന്ദ വിലാസം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതിയാണ് നിജാനന്ദ വിലാസം. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷന്റെ നീളം? 239 അടി. അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷന്റെ നീളമാണ് 239 അടി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ കടുത്തതാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല കമ്മിറ്റി ഏത്? മധുകർ ഗുപ്ത കമ്മിറ്റി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ കടുത്തതാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല കമ്മിറ്റിയാണ് മധുകർ ഗുപ്ത കമ്മിറ്റി. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു? വിദ്യാഭ്യാസം. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു? വിദ്യാഭ്യാസം. കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല? ഇടുക്കി. കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. വലിയ തോതിൽ മോണോസൈറ്റ് കാണുന്നത് താഴെ പറയുന്ന ഏതു സംസ്ഥാനത്തിലാണ്? കേരളം. വലിയ തോതിൽ മോണോസൈറ്റ് കാണുന്നത് താഴെ പറയുന്ന ഏതു സംസ്ഥാനത്തിലാണ്? കേരളം. 2015 ഊർജ കോൺഗ്രസിന്റെ വേദി? തൃശൂർ. 2015 ഊർജ കോൺഗ്രസിന്റെ വേദിയാണ് തൃശൂർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ താഴത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.